ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സാഞ്ചസിയ നോബിലിസ് എന്ന പേരിലുള്ള മഞ്ഞ ഞെരുമ്പോട് കൂടിയ ഇത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. സിബ്ര പ്ലാന്റ് എന്നും പറയും. ഇതൊരു 6-8 അടി നീളം വരെ ഉയരത്തിൽ വളരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ ഇലകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ അങ്ങനെ കട്ടിങ് കൂടി ഉള്ളൊരു ഭാഗങ്ങളുണ്ട്. അവിടെ വെച്ച് വേണം നമുക്കത് വെട്ടിയിട്ട് എടുത്ത് മുളപ്പിച്ചെടുക്കാം കേട്ടോ. പലരും ഇത് വെള്ളത്തിൽ ഇലകൾ അപ്പം മേലെ മാത്രം കുറച്ച് വെക്കുക, ഒരു 4 ഇല 5 ഇല വരെ വെക്കാം. അടിക്ക് മണ്ണിലോട് തട്ടുന്ന ഭാഗമൊക്കെ കളയുക കേട്ടോ. അല്ലെങ്കിലും താഴേക്ക് അങ്ങനെ ഇലകളും കാണാറില്ല. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്തി എടുത്താൽ ഉള്ളിൽ നല്ലൊരു അന്തരീക്ഷമായിരിക്കും. വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു തണുപ്പും ശുദ്ധവായും ഒക്കെ കിട്ടുന്നതാണ്. കാണാനും അതിമനോഹരം. അതിൻ്റെ തണ്ട് കണ്ടില്ല, ചുമപ്പ് കളറ്, ഇലകൾ കട്ടും പച്ചയിൽ മഞ്ഞ ഞെരുമ്പുകൾ വരഞ്ഞ പോലെയാണ് ഇരിക്കുക. ഇതിന് അധിക പരിപാലനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം ഇപ്പോൾ ഒരു ദിവസം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അധികം വെള്ളമാകരുത്. മറ്റു ചില ചെടികൾ പോലെ തന്നെ ഇതിന് വെള്ളം വാർന്നു പോകുന്ന ചട്ടിയിൽ വേണം നമ്മൾ വെക്കാൻ. വളം സാധാരണ ചെടികൾക്ക് ഇടുന്ന പോലെ തന്നെ ഇട്ടാൽ മതിയാവും. വളരെയധികം വളത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ ആവശ്യമില്ല. പക്ഷെ വാടാൻ സമ്മതിക്കരുത്. താഴെ തറയിലാണെങ്കിലും മണ്ണിലും വളരും, അതുപോലെ ചട്ടിയിലാക്കി. നമ്മളിവിടെ അലോവേര ആ വെട്ടിയ ഭാഗത്ത് ക്ലീൻ ആക്കിയിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു ഉണങ്ങിയ മണ്ണുള്ള ചട്ടിയിലേക്കാണ് നടുന്നത്. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചു കൊടുക്കുക. പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മളതിൽ കുറച്ചും കൂടി നനയ്ക്കാൻ. കാരണം ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് അങ്ങനെ അധികം തുടക്കത്തിൽ നനച്ച് വിടരുത്. അതിന് വേര് വരുന്നതനുസരിച്ച് നമുക്ക് നനച്ചു കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിലും അത് വളരെ ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, ചത്തു പോകരുത് അത്. അപ്പോൾ ഞാൻ ബാക്കി വന്ന അലോവേരയുടെ ആ കറ്റാർവാഴയുടെ ഇലയും അതിലോട്ട് മുറിച്ചിട്ടിട്ടുണ്ട്, വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വെയിൽ അടിക്കാത്ത പക്ഷേ പ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അത് ഒരാഴ്ച കൊണ്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് എൻ്റെ അമ്മയുടെ വീടാണ്. ഭയങ്കര ചെടി, നല്ല ഉഷാറായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അമ്മ എൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതനുസരിച്ചിട്ട് വീടും പരിസരവും നാശമായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എത്തിയതേ ഉള്ളൂ. എങ്കിലും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തത് കണ്ടില്ലേ, പെരിവിങ്കിൾ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ നിത്യ കല്യാണി എന്നും ശവന്നാറി എന്നൊക്കെ വിളിക്കുന്ന ചെടിയാണ് കേട്ടോ.